بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധവും പവിത്രവുമായ ഒരു മാസത്തിൻ്റെ ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി ശുദ്ധീകരിക്കുക എന്നതാണ് ഇസ്ലാമിലെ ഓരോ ഇബാദത്തുകളുടെയും പ്രാധാന്യം. വൻ പാപങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പാപങ്ങളെ തിരിച്ചറിയുകയും അതിൽ നിന്ന് അകന്നു നിൽക്കുവാൻ വേണ്ടി സ്വയം ശ്രദ്ധിക്കുകയും മറ്റുള്ളവർക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്. വൻ പാപങ്ങൾ ചെയ്തു പോകുന്ന സഹോദരങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല എന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് വൻ പാപം? അത് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് നൽകുന്ന ഉപദേശങ്ങൾ വളരെ വ്യക്തമായി സൂറത്തുൽ ലുഖ്മാനിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അതിലാദ്യമായി അദ്ദേഹം പറയുന്നത് വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് പറയുകയാണ്. വഹുവ യഅ്ലുഹു, മകന് വഅ്ള് നൽകുകയാണ്, വഅ്ള് ഉപദേശം നൽകുകയാണ്. യാ ബുനയ്യ, ഏ പ്രിയപ്പെട്ട മകനെ, ലാ തുശ്രിക് ബില്ലാഹി, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അല്ലാഹുവിന് നീ സമന്മാരെ ഉണ്ടാക്കരുത്. അല്ലാഹുവിന് അവകാശപ്പെട്ടതായ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് വകവച്ചു കൊടുക്കരുത്. അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ ദാത്ത്, സിഫാത്ത്, അസ്മാ ഹുസ്നയുണ്ട്. അല്ലാഹുവിൻ്റെ നാമ വിശേഷണങ്ങൾ അല്ലാഹുവിന് മാത്രമായിട്ടുള്ളവ, അത് അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ശിർക്ക് എന്ന് പറയുന്നത്, പങ്കുവെക്കുക എന്നുള്ളത്. അതൊരു കച്ചവട മേഖലയിലേക്ക് വരികയാണ് എങ്കിൽ അറബിയിൽ ശരിക്കത്ത് എന്നാണ് പറയുന്നത്. ഇപ്പൊ കമ്പനി, ഗൾഫിൽ ജോലിയുള്ള കമ്പനി വിസയൊക്കെയുള്ള ആൾക്കാരെ ചോദിച്ചാൽ അതൊക്കെ ശരിക്കത്ത് എന്ന രൂപത്തിലാണ്. മുഷാറക്കത്തുണ്ട്, പങ്ക് ചേർക്കൽ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പദം വ്യക്തമാണ്. പക്ഷെ ഇസ്ലാമിലെ വൻ പാപമായി പഠിപ്പിക്കുന്ന ഒരു വാക്കാണ് ശിർക്ക്. അത് അള്ളാഹുവിന് അവകാശപ്പെട്ടതായ ഒന്ന് അള്ളാഹു അല്ലാത്തവരിലേക്ക് വകവെച്ചു കൊടുക്കുക. അത് പ്രവാചകന്മാരാകാം, അതുപോലെ തന്നെ വലിയുകളാകാം, സാദാത്തുകളാകാം, ബീവിമാരാകാം, ഷേഖന്മാരാകാം, ഹോജമാരാകാം, കുറേ കഴിവുകളുള്ളവരാകാം. പക്ഷെ ഒരിക്കലും ആ കഴിവ് അള്ളാഹുവിൻ്റെ കഴിവിനോളം എത്തുകയേ ഇല്ല. മാത്രമല്ല അവരെല്ലാവരും മഖ്ലൂഖീങ്ങളാകുന്നു, അവരെല്ലാം സൃഷ്ടികളാകുന്നു. സ്രഷ്ടാവ് എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ഖാലിക്കായ അള്ളാഹുവിന് അവകാശപ്പെട്ടത് മഖ്ലൂഖീങ്ങളിലേക്ക് വകവെച്ചു കൊടുക്കുന്നതിനെയെല്ലാം ശിർക്ക് എന്നാണ് പറയുക. അപ്പോൾ ആരാധനകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിലൊരാളെയും പങ്കുവെക്കരുത്, പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലളുൽമുൻ അദീം,
തീർച്ചയായും ശിർക്ക് അതാകുന്നു ലളുൽമുൻ അളീം, ഏറ്റവും വലിയ അപരാധം, ഏറ്റവും വലിയ തിന്മ അത് ശിർക്കാകുന്നു എന്നാണ്. ഈ തിന്മയിൽ നിന്ന് സമൂഹം മോചിതമായെങ്കിൽ മാത്രമേ മറ്റു തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടാകൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇപ്പൊ ലോട്ടറിക്കെതിരെ, ലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മുന്നോടിയായി ഇസ്ലാം പഠിപ്പിച്ച വലിയ തിന്മ, പാപം എന്ന് പറയുന്നത് അത് ശിർക്കാകുന്നു. ആ ശിർക്കിൽ നിന്ന് ഈ സമൂഹത്തിന് മോചനം കൊടുക്കുമ്പോൾ ലഭിക്കുന്നത് തൗഹീദിന്റെ സന്ദേശമാണ്. ഏകവിശ്വാസത്തിലേക്ക് അവൻ വരുന്നു. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടും. അള്ളാഹുവല്ലാത്ത വേറൊരു രക്ഷാധികാരി തൻ്റെ ജീവിതത്തിലില്ല. തൻ്റെ രഹസ്യങ്ങളും പരസ്യങ്ങളുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അറിയുന്നവനാകുന്നു. ആ തൗഹീദിലേക്ക് വരുമ്പോൾ അവൻ ഒരിക്കലും തിന്മയിലേക്ക് അകപ്പെട്ടു പോവുകയില്ല. ഈ ഒരു പരിവർത്തനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തെ പ്രവാചകത്വ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയത്. ഒരു സമൂഹത്തെ 23 വർഷക്കാലം കൊണ്ട് പരിവർത്തനപ്പെടുത്തിയെടുത്തപ്പോൾ അവിടെ അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അനാചാരങ്ങൾ, മദ്യം, മദിരാശി, ഇതുപോലെയുള്ള ലഹരി, ലോട്ടറി, പലിശ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു കൊണ്ടുവന്നത് ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിലൂടെയാകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മ, പാപം എന്ന് പറയുന്നത് അത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. വ്യക്തമാക്കി പറഞ്ഞാൽ അള്ളാഹുവേ രക്ഷിക്കണേ, അള്ളാഹുവേ കാക്കണേ എന്ന് പറയുന്ന സ്ഥാനത്ത് വേറെ ആരെ വെച്ചാലും അത് ശിർക്കാണ്. അപ്പോൾ ആളുകൾ മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, റിഫായി ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പുറത്ത് തങ്ങളെ രക്ഷിക്കണേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ അതാണ് ശിർക്ക്. അല്ലെങ്കിൽ പറയണം, പിന്നെ എന്താണ് ശിർക്ക്? ഇതെല്ലാം ശിർക്കെങ്കിൽ പിന്നെ എന്താണ് ശിർക്ക്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതാണ് ശിർക്ക്. അതിൽ ഈ പറയപ്പെട്ടതൊക്കെ വന്നാൽ അത് ശിർക്കാകുന്നു. ആ ശിർക്ക് വൻ പാപമാകുന്നു. ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു അഅ്ലമു ദൻബുൻ, ഏറ്റവും വലിയ പാപം എന്താകുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ, നീ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാകുന്നു. വഹുവ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചവനായിരിക്കെ അവന് സമന്മാരെ ഉണ്ടാക്കലാകുന്നു ഏറ്റവും വലിയ പാപം. അപ്പൊ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അത് ഖുർആൻ വ്യക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പഠിപ്പിച്ചു കൊടുത്തു. സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണല്ലോ വിശുദ്ധ റമദാൻ മാസം. അപ്പൊ റമദാനിന്റെ രാവും പകലും അല്ലാഹുമ്മ റബ്ബി റബ്ബന എന്നൊക്കെ വിളിച്ച് ദുആ ചെയ്ത് ഒരു 17-ാം രാവാകുമ്പോഴേക്കും ബദരീങ്ങളാൽ തുണ റബ്ബന എന്നതിലേക്ക് ആ പ്രാർത്ഥന മാറിയാൽ എന്താ സംഭവിക്കുക? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ആരോടാ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നൽകുന്ന സന്ദേശമാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് കടന്നുപോയ പ്രവാചകന്മാർക്കും നാം ദിവ്യ സന്ദേശം നൽകുന്നു. ലൈൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, നീ എങ്ങാനും അല്ലാഹുവിൽ പങ്കാളികളെ ചേർന്നാൽ, ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും. ശിർക്ക് ചെയ്താൽ അമലുകൾ, സൽക്കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന പ്രവർത്തനമാകുന്നു ശിർക്ക്. ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകളെല്ലാം നിഷ്ഫലമാകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മ, പാപം അത് ശിർക്കാകുന്നു. ആ ശിർക്കിൽ നിന്നാണ്
നാം രക്ഷപ്പെടേണ്ടത്, ഈ സമുദായത്തെ രക്ഷപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഇബാദത്തുകൾ, നമസ്കാരം, സ്വതക്കകളും ദാനധർമ്മങ്ങളും എല്ലാം ചെയ്തിട്ട് പിന്നെ ബദരീങ്ങളുടെ പേരിലായി അണ്ണും കഴിച്ചും അവരോട് ദുആ ചെയ്തും പോയി കഴിഞ്ഞാൽ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ, നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുൻഗാമികളായ നമ്മുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തത് കൊണ്ടാണ് ആ തൗഹീദിന്റെ ശുദ്ധമായ വെളിച്ചം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. കുറെ കാലം മുമ്പ് നാം ജീവിക്കുന്ന ഈ പ്രതലം ഇങ്ങനെയായിരുന്നില്ല. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നൊരു വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്തിയാൽ ആ പ്രസംഗം നടത്തിയ പണ്ഡിതന് അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ സമുദായം അവരെ ആട്ടിയോടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അത്രയും എഫക്റ്റായൊരു വിഷയമായതുകൊണ്ടാണത്. പക്ഷെ അതിങ്ങനെ പറഞ്ഞ് സമൂഹത്തെ ബോധവൽക്കരിച്ചത് കൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് ഈ വഴികളിലൂടെ വരാൻ സാധിച്ചത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ സമുദായത്തിന് നിർഭയത്വം ലഭിക്കണമെങ്കിൽ, രക്ഷയുണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു സമൂഹമായി മാറുമ്പോഴേ ഇതിനൊരു ഇസ്സത്ത്, പ്രതാപത്തിലേക്ക് വരാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തൗഹീദ് ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ്. ശിർക്ക് ഇസ്ലാമിലെ വൻ പാപമാണ്. ആ പാപത്തിൽ നിന്ന് കഴിവിന്റെ പരമാവധി നിഷ്കളങ്കമായി മടങ്ങി ശുദ്ധ തൗഹീദിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നാൽ എല്ലാ മേഖലകളും ശുദ്ധീകരിക്കപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസത്യം അസത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ നിന്ന് അതിനെ വെടിയാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ